ഹായ്, നിങ്ങൾക്ക് ചിത്രം വരക്കാൻ അറിയാമോ? ഏതെങ്കിലും ചിത്രം നിങ്ങൾ ജീവിതത്തിൽ വരച്ചിട്ടുണ്ടോ? എന്നാൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ചിത്രം വരക്കാൻ അറിയില്ല എന്ന് പറയില്ല. ചെറിയ കുട്ടികളാണെങ്കിലും ശരി, വലിയവരാണെങ്കിലും ശരി, നമുക്ക് ഏത് ചിത്രവും വരക്കാൻ അറിയില്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി മൊബൈലിൽ നിന്നും വരച്ചെടുക്കാൻ സാധിക്കും. ഇതെങ്ങനെയെന്നല്ലേ, ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. അത് സ്കാൻ ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായി കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. കുറച്ച് നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പരസ്യങ്ങൾ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഫ്രീ വേർഷൻ ആയതുകൊണ്ട് ഇതുപോലെ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പരസ്യം കാണും. ഓക്കെ, കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഇതുപോലെ കാണിക്കും. ഇവിടെ നിന്ന് നെക്സ്റ്റ് പോവുക. അതിനുശേഷം ഫിനിഷ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇവിടെ ഡോൺ അലോ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഗാലറി അതുപോലെ തന്നെ ക്യാമറ ഒക്കെ കാണാൻ സാധിക്കും. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം തിരഞ്ഞെടുത്തു. എന്നിട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഒരു ആനയുടെ ചിത്രം ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. അത് ഈ രൂപത്തിലായിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മൾ ഈ രൂപത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീനിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ താഴെ കാണാൻ സാധിക്കും. എഡ്ജ് ലെവൽ അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ റെക്കോർഡ് ചെയ്തുകൊണ്ട് നമുക്ക് വരക്കാം കേട്ടോ. പിന്നെ ക്യാപ്ചർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും നമ്മൾ തുടരേണ്ട ആവശ്യമില്ല. ഇവിടെ എഡ്ജ് ലെവൽ എന്ന ഈ ഒരു ഓപ്ഷൻ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ. അത് കുറച്ചിങ്ങോട്ട് മാറ്റി കൊടുക്കുക. കണ്ടോ, ആ ഒരു ഔട്ട്ലൈൻ മാത്രമായിട്ട്, ആ പിക്ചറിൻ്റെ ഔട്ട്ലൈൻ മാത്രമായിട്ട് വന്നിട്ടുണ്ട്. കൈ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ആ കൈ നമുക്ക് കാണാം, ഔട്ട്ലൈനും കാണാം. കണ്ടോ, കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അത് വളരെയധികം ശ്രദ്ധിക്കുക. കുറച്ചേ മാറ്റി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെ കുറച്ച് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ മാറ്റിയിട്ട് ലെവലാക്കി കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഒരു ലോക്കിൻ്റെ ചിത്രം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഫോട്ടോ നമുക്ക് ഇവിടുന്ന് മാറ്റാനേ സാധിക്കില്ല. അവിടെ ലോക്കായി. അങ്ങനെ ലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നിങ്ങളൊരു സ്റ്റാൻഡിൽ ഈ ഒരു ഫോൺ ഘടിപ്പിച്ചിട്ട് താഴെ ഒരു പേപ്പർ വെച്ചിട്ട് നിങ്ങൾ വരക്കാൻ ആരംഭിക്കുക. നമുക്കത് നോക്കാം. ഞാനിപ്പോൾ ഒരു ബോണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട്. അത് ക്ലിപ്പ് ചെയ്ത് താഴെ വെച്ചിട്ടുണ്ട്. മുകളിൽ ആ ഒരു മൊബൈൽ ഒരു സ്റ്റാൻഡിൽ ഘടിപ്പിച്ച് വെച്ചിട്ടും ഉണ്ട്. ഓക്കെ, മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് താഴെ ആ പേപ്പർ കാണാൻ സാധിക്കും. ഇവിടെ അത് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലോക്കിൻ്റെ ചിഹ്നം ഒന്ന് ക്ലിക്ക് ചെയ്ത് ലോക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, താഴെ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ മുകളിലുള്ള മൊബൈലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് വരച്ച് തുടങ്ങിയാലോ? ഓക്കെ, കൃത്യമായിട്ട് ഇപ്പോൾ താഴെയാണ് ഞാൻ കൈവച്ചിട്ടുള്ളത്. മുകളിലുള്ള മൊബൈലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാനൊരു പെൻസിൽ എടുത്തിട്ട് ആ ഒരു ഔട്ട്ലൈൻ നോക്കിയിട്ട് മുകളിലുള്ള മൊബൈൽ മാത്രം നോക്കിയാൽ മതി. താഴെ എന്താണ് എന്നൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നമുക്ക് ഇവിടെ ആ ഒരു ഔട്ട്ലൈനിൽ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ആനയായിട്ട് മാറുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പം വരച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് വരക്കുന്നത്. ഇതിപ്പോൾ താഴെ നിങ്ങൾക്ക് വരക്കുന്നത് കാണാൻ സാധിക്കും. ഞാനത് രണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ താഴെയുള്ള ആ ഒരു കൈ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായി തീരും എന്ന് നമുക്ക് ലാസ്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, സ്ലോ ആയിട്ട് തന്നെയാണ് വരക്കുന്നത്. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇത് കൃത്യമായിട്ട് ആ ഒരു വരച്ചത് ആന തന്നെ ആകുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. ഓക്കെ, ഞാനിപ്പം വീഡിയോ അല്പം സ്പീഡാക്കുകയാണ്. മൂപ്പര് പേടിച്ച് മെല്ലെയാണ് വരക്കുന്നത്. താഴെ എന്താകും എന്ന ഒരു ഐഡിയയും ഇല്ല. നമുക്ക് നോക്കാം. ഇപ്പം ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമുക്ക് താഴത്തെ പേപ്പർ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് എന്താകും എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഇപ്പം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. താഴത്തെ പേപ്പർ നമുക്കൊന്ന് നോക്കാം. വാവ്, വളരെ മനോഹരമായ ഒരു ആന ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതുപോലെ നമുക്ക് മൊബൈലിൽ നിന്നും ഏത് ചിത്രവും വളരെ ഈസി ആയിട്ട് വരച്ചെടുക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.